വിസ്റ്റം എന്ന സംഘടനയ്ക്ക് ഒരു പണ്ഡിത സംഘടനയുണ്ട്. വിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ സലഫി നാമങ്ങളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ്. അതിൻ്റെയൊക്കെ പുറകിൽ ആരുണ്ടെന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരുണ്ടെന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഒന്നുകൂടി നമ്മളത് അന്വേഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സുറൂറിസം ലോകത്ത് കടന്നു വന്നപ്പോൾ ആ സുറൂറിസമാണ് യഥാർത്ഥത്തിൽ സലഫി നാമങ്ങൾ എടുത്തു മാറ്റണം എന്ന നിലപാട് സ്വീകരിച്ച് സലഫി പേരുകൾ എടുത്തു മാറ്റണം എന്നുള്ളത്. പക്ഷെ വിസ്റ്റം എന്നൊരു സംഘടന രൂപപ്പെട്ടു വന്നപ്പോൾ അവർ ചെയ്ത വർക്കുകൾ പരിശോധിക്കുമ്പോൾ അവരിട്ട ഔദ്യോഗികമായ പേരുകളിൽ നിന്നെല്ലാം സലഫി മുജാഹിദ് എന്നുള്ള പേരുകൾ എടുത്ത് അവർ സമ്മേളനത്തിൽ വെക്കുന്നല്ല ഞാൻ പറയുന്നത്. വിസ്റ്റം ഒരു സംഘടന ചെയ്തപ്പോൾ പേര് അങ്ങനെയാണ്. അതിൻ്റെ സ്റ്റുഡൻസ് വിസ്റ്റം സ്റ്റുഡൻസ്, വിസ്റ്റം വിമൺ, അങ്ങനെ ഓരോന്നും ഓരോ ഈ പേരിലാണ്. ഈ സലഫി എന്നുള്ള നാമങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുള്ള പേരുകളാണ്. ഒരു കോളേജ് ഉണ്ടാക്കിയപ്പോൾ ജാമിയത്തുൽ ഹിന്ദ്, കാന്തപുര സമസ്തക്കോ അത്ര ആ പേരൊരു കോളേജുണ്ട്. കാന്തപുര സമസ്തക്കോ അത്ര ആ പേരൊരു കോളേജുണ്ട്. ഇവർക്കും ഒരു കോളേജുണ്ട്. അപ്പോൾ ഈ പേരുകളിലേക്ക് അവർ അത്തരം ഒരു വഴി സ്വീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരേ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത് ഓതിയിട്ട് ഒരു കൂട്ടർ പറയാ അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിനോട് സഹായം തേടണം. ഒരർത്ഥം അവരെ ഉദ്ദേശം എന്താ അറിയോ? അള്ളാഹിനോടും തേടാ, മരിച്ചു പോയവരോടും തേടാന്ന്. എന്നാ വേറെ ടീം വന്നിട്ട് പറയണെന്ത്? അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ തർക്കായി അല്ലേ? അപ്പൊ അവിടെ ഒരു മൂന്നാം കക്ഷി വന്നിട്ട് പറയണെന്ത്? ഒരു കാര്യം ചെയ്ത് തർക്കം തീരാന് ഈ ആയത്തിന് എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അർത്ഥം പറഞ്ഞതും വിശദീകരിച്ചതും പഠിപ്പിച്ചു കൊടുത്തു, അത് മുൻഗാമികളിലേക്ക് നോക്കുക. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബിമാര്, താബീയങ്ങള്, തബൗ താബീയങ്ങള്, ആദ്യ കാലത്തെ ആ 3 നൂറ്റാണ്ടിലെ ആൾക്കാരാണ്. അവരെങ്ങനെയാണോ ഖുർആനും ഹദീസിനെ മനസ്സിലാക്കിയത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ മുൻഗാമികൾക്ക് പറയുന്ന പേരാണെന്ത്? സലഫുകൾ. മനസ്സിലായോ? ആ അവരുടെ മാർഗം എന്നുള്ളതിനാണ് അറബിയിൽ എന്ത് പറയാ? മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല, അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ്. ഈ സ്കെയില് നമ്മളെ കയ്യിലുണ്ടായാൽ ഒരാശയക്കുഴപ്പത്തിലും നമ്മൾ പെടൂല. ഏതായത്താര് കൊണ്ടുവന്ന് ഓതിയാലും നമുക്ക് അവരോട് ഇതേ ചോദിക്കാനുള്ളൂ, മുൻഗാമികളായ ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഡിക്ഷണറിയിൽ പല അർത്ഥവും അറബിക്കുണ്ടാവും, അത് നോക്കിയിട്ടല്ല ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. മുൻഗാമികളുടെ മാർഗം, ആ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? അവരെ സലഫികൾ എന്ന് വിളിക്കാനുള്ള കാരണം. സലഫുകൾ എന്ന് പറഞ്ഞ മുൻഗാമികൾ, സലഫികൾ എന്ന് പറഞ്ഞ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുന്നവര്. ആ രംഗത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോലോ ആ സത്യം ഉറക്കെ പറയും, അവിടെ ധർമ്മസമരം നടത്തും. അതിന് അറബിയിൽ പറയുന്ന പേരാണ് ജിഹാദ്. അത് ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് മുജാഹിദുകൾ എന്ന് വിളിക്കാനുള്ള കാരണം. മനസ്സിലായോ? ഇസ്ലാം മുന്നോട്ട് പോകുമ്പോൾ അതിലൊരുപാട് ആളുകൾ പലതും കടത്തിക്കൂട്ടും, ശ്രമിക്കും. ബിദ്അത്തുകൾ അതിന്റെ പേരിൽ കടത്തിക്കൂട്ടും. ആ ബിദ്അത്തുകൾ ശരിയല്ല, അത് തെറ്റാണ്. ഇസ്ലാമിന്റെ ഒറിജിനൽ സ്വഭാവം എന്നതാണ്? നന്നാക്കുന്ന ഒരു വിഭാഗം പിൻകാലത്ത് വരും. അവരെയാണ് നന്നാക്കുക എന്ന് അറബിയിൽ പറയുന്നതിനാണ് ഇസ്ലാഹ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രവർത്തകർ എന്നവർക്ക് പേര് വരാനുള്ള കാരണം. മനസ്സിലായോ? ഇസ്ലാഹി പ്രവർത്തകർ, ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ പേര് വരാനുള്ള കാരണം. പിന്നെ കുറെ ആൾക്കാർ അവനാന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ആയത്തിനോ ഹദീസിനോ ഒക്കെ അർത്ഥം വ്യാഖ്യാനവും പറയുന്നത്. അവിടെ നമ്മൾ പറയുന്നു എന്ത്? ബുദ്ധി ഉപയോഗിച്ചിട്ട് കേവല ബുദ്ധി അല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിന് എന്ത് ചെയ്യേണ്ടത്? ആളുകളെ ക്ഷണിക്കേണ്ടത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തോടുകൂടി നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം, അറിവ്. മനസ്സിലായോ? യുക്തി. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? വിസ്ഡം. എന്താ പറയാ? വിസ്ഡം എന്നാ പറയാ. അതുകൊണ്ടാണ് ജംഇയ്യത്തുൽ ഹിക്മ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് ഈ സംഘടനയ്ക്ക് പേര് വരാനുള്ള കാരണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ സലഫി പ്രസ്ഥാനം എന്ന പേരിലും മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിലും ഒക്കെ ഇതെന്ത് ചെയ്യും? അറിയപ്പെടും. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് ഇത്? വിസ്ഡം സ്റ്റുഡൻസ്. അതിൻ്റെ യുവാക്കൾക്കുള്ള വിഭാഗമാണ് വിസ്ഡം യൂത്ത്. അതിൻ്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിഭാഗമാണ് വിസ്ഡം വിമൺ. അതിൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വിഭാഗമാണ് വിസ്ഡം ഗേൾസ്. അതിൻ്റെ ചെറിയ കുട്ടികൾക്കുള്ള സംവിധാനമാണ് വിസ്ഡം ബാലവേദി എന്നൊക്കെ പറയുന്ന സംവിധാനം. അപ്പൊ ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.